ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വളരെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, സാധാരണ ഒരു ഉപാസകന് മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ സത്സംഗത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. തിഥി നിത്യദേവതകൾ എന്നാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം, എന്താണ് തിഥി നിത്യദേവതകൾ, നമ്മളുമായിട്ട്, നമ്മുടെ ബോധതലവുമായിട്ട് അതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കണമെന്ന് നമ്മൾ അറിയുമ്പോഴാണ് മനസ്സ് എന്ന് പറയുന്ന പ്രഹേളികയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. ആധ്യാത്മിക യാത്ര ഇല്ലേ, ഒരു മനുഷ്യൻ ജീവിതത്തില് ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് തുടങ്ങുന്ന യാത്രയാണ് നമ്മൾ ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത്. ഇല്ലേ, അധ്യാത്മം. നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരികയാണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, കുറച്ചു കാലം ഞാൻ എന്തിനീ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു, എൻ്റെ ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെ ചില ചോദ്യങ്ങള് അവിടെയാണ് ആ മനസ്സിൽ, ആ ഒരു വ്യക്തിക്ക്, ആ ഒരു ജീവന് ആധ്യാത്മിക യാത്ര അവിടെ തുടങ്ങി. ഇല്ലേ, ചിലപ്പോൾ അനേക ജന്മങ്ങൾ എടുക്കുമായിരിക്കും ഒരു ഗുരുവിനെ കണ്ടെത്തുക, ശാസ്ത്രം പഠിക്കുക, ഒരു എന്താ പറയുക, വളരെ കൃത്യമായിരിക്കുന്ന ചില സാധനാ പദ്ധതികളിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആത്മാവിനെ, ആ സൂക്ഷ്മ ശരീരം ആത്മാവല്ല, സൂക്ഷ്മ ശരീരത്തിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആത്മാവെന്ന് പറയുന്ന അതിനിഗൂഢമായ തത്വത്തെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആധ്യാത്മിക യാത്ര എന്നത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു യാത്രയാണ്. പക്ഷേ അതിന്റെ പുറകിലുള്ള സയൻസ് അല്ലെങ്കിൽ തത്വം, അതിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സയൻസിനും അപ്പുറത്ത് നിൽക്കുന്ന ഈ മഹാശക്തി തത്വത്തില് ഒരു കണികയായിട്ട് നമുക്ക് ലയിച്ചു ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ അസ്തിത്വത്തെ അറിയാൻ ആ ഒരു സാധാരണ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ക്വാണ്ടം ഫിസിക്സ് തിയറി അത് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമ്മൾ അറിയണം. കാരണം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് സയൻസും സ്പിരിച്വാലിറ്റിയും ഇത് രണ്ടും ഇഴചേർത്ത് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ദ മിസ്റ്റിക് തിയറി ഓഫ് ക്വാണ്ടം ഫിസിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഇത് രണ്ടും അത് ചേർത്ത് അതിലൂടെ സഞ്ചരിച്ചാല് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ ഒരു ശക്തിയുടെ മേഖലകളെ അറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കും. ആധ്യാത്മിക എന്ന ശക്തി തത്വം അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ജീവകണിക, അതിനെ നമ്മൾ ആറ്റംസ് എന്ന് പറയും അല്ലെ. ആറ്റംസിനെക്കാളും ഇന്ന് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്, അത് നമുക്കറിയാം. ആ ഒരു സ്ട്രിംഗ് തിയറി ഉണ്ട്, അതിനേക്കാളും ചെറുതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് ആറ്റംസ് എന്ന് പറയുന്ന തത്വത്തിലാണ്. അപ്പൊ ഇവയുടെ ശക്തിയെ അളക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അവ കൊണ്ടാണ് ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായിട്ട് എല്ലാ കാണപ്പെടുന്ന വസ്തുക്കളും ഈ പ്രപഞ്ചത്തില് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കാണപ്പെടുന്ന ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചെറിയ ക്വാണ്ടം പാർട്ടിക്കിൾസ് കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയാണത്? ഏത് സാധനവും കൂടിച്ചേർക്കാൻ ഒരു ശക്തി ഉണ്ടാവും ഇല്ല. ഇന്ന് മണല് നമ്മൾ കുറച്ച് ജലം ഒഴിച്ച് അതിനെ കൂട്ടിച്ചേർത്ത് പ്രതിമകൾ ഉണ്ടാക്കും. ഒരു കാലത്ത് ഇതെല്ലാം വിട്ട് വീണ്ടും അത് മണലായിട്ട് തീരും. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരു ശക്തിയാണ് കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അത് എപ്പോഴാണോ ആ ശക്തി അതിൽ നിന്ന് പോകുന്നത് അത് ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. തിരിച്ചെന്താണോ ആയിരുന്നത് ആ അസ്തിത്വത്തിലേക്ക് അത് പോകും. ആറ്റത്തിനേക്കാൾ ചെറിയ ഇലക്ട്രോൺ, അതാണ് മാറ്റർ എന്ന് പറയുന്ന സ്ഥൂല വസ്തുക്കളുടെ എല്ലാം ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതാണ് മാസ് ആയിട്ട്, അതായത് ഈ സ്പേസ് നിറഞ്ഞ് നമ്മൾ മാസ് എന്ന് പറയുന്ന സ്ഥൂലമായിട്ട് കാണുന്നത് അതാണ്. അപ്പൊ നമ്മുടെ ആധ്യാത്മികതയില് ഈ ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ന ആ ഒരു അതിനെ നമുക്ക് ഒരു സീഡ് ഓഫ് തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കാനുള്ള ഒരു ശക്തി അതിനുണ്ട്. ഇപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആധ്യാത്മിക ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവനും കണക്ട് ചെയ്തിരിക്കുന്നു, നമ്മൾ അറിയണില്ല. അത് ഒരു ചിലന്തിയുടെ വല പോലെ അതിന്റെ ആ ഉള്ളിൽ നിന്ന് വരുന്ന സലൈവ കൊണ്ടാണ് അത് വല നിർമ്മിക്കുന്നത് അല്ലെ. അത് ഒന്നിൽ തുടങ്ങി ഈ കാണപ്പെടുന്ന എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും അതിൽ അതിസൂക്ഷ്മമായിട്ട് ചേർത്ത് കോർത്തിരിക്കുകയാണ്. അപ്പോ ഇതില് ഒരു ആറ്റം, ആ ഒരു ആറ്റത്തിന് വേറൊരു ആറ്റത്തിനെ എത്ര ദൂരെയാണെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഒരു ചിന്തയിൽ കൂടി സഞ്ചരിച്ച് അതിന് എത്ര ദൂരെ വേണമെങ്കിലും സഞ്ചരിച്ച് അവിടെയുള്ള ആറ്റത്തിനെ ചലിപ്പിക്കാൻ സാധിക്കും. അതായത് നമുക്ക് എത്ര, അത് ടൈം ആൻഡ് സ്പേസ് അതിന് ബാധകമല്ല എന്നർത്ഥം. ഇത് മനുഷ്യ നേത്രങ്ങൾക്ക് ഗോചരമല്ല.
വളരെയധികം സൂക്ഷ്മമാണ്. നമുക്ക് സട്ടിൽ എന്ന് പറയാം, അല്ലെങ്കിൽ സട്ടിലസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. ഇനി വൈബ്രേഷൻ അഥവാ സ്പന്ദനങ്ങള് ഒരേപോലെ ആയിരിക്കും പക്ഷെ ഇതിനുണ്ടായിരിക്കുക. ഇതിന്റെ എല്ലാം ഉത്ഭവ സ്ഥാനം അല്ലെങ്കിൽ അഥവാ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നിൽ നിന്നാണ്. ഒരേ ഒരു യൂണിവേഴ്സൽ എനർജി. അപ്പൊ അതിനെ നമുക്ക് ബ്രഹ്മം എന്ന് വിളിക്കാം, ഈശ്വരൻ, കോൺഷ്യസ്നസ്, ബോധം, അല്ലെങ്കിൽ മൂലതത്വം എന്നെല്ലാം നമുക്ക് അതിനെ പേര് കൊടുക്കാം. ഈ ഒരൊറ്റ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഒരേ നൂലിൽ കോർത്തിരിക്കുന്നത്. ഇതിന് എന്ത് പേരിട്ട് വിളിച്ചാലും അത് മാത്രമാണ് സത്യവസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ദൂരെയാണെങ്കിലും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് മറ്റൊരു വ്യക്തിയെ എംപവർ, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാനും എംപവർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. കാരണം ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് ഒരു സൂക്ഷ്മ തലത്തില്. അപ്പൊ പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗതയിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. കാരണം നമ്മുടെ തോട്ട് വേവ്സ് എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗതയൊക്കെ അപ്പുറത്താണ്. ഇത് കാലത്തിനും ദൂരത്തിനും അപ്പുറത്താണ്. ഇത് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാണപ്പെടുന്ന ബ്രഹ്മാണ്ടങ്ങളിലെ വെറും നിസാരമായ ഒരു പൊടി, അല്ലെ, ഒരു സ്പെക്ക് ഓഫ് ഡസ്റ്റ് മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ ശരീരബോധം. അല്ലെ, നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ ഞാൻ 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 എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ബ്രഹ്മാണ്ടത്തിൽ നമ്മൾ എത്ര ചെറുതാണ്. ഞാൻ എന്ന ശരീരബോധത്തിൽ ഉറച്ചവർക്ക് തന്റെ ആ നിസാരത്വം ഇതിൽ നിന്ന് ബോധ്യപ്പെടും. മറിച്ച് നമ്മളെല്ലാം പ്രപഞ്ചത്തോളം വലുതാണ്, ശക്തിയുള്ളതാണെന്ന് ചിന്തിക്കുകയും ചെയ്യാം. കാരണം നമ്മളെല്ലാം തന്നെ ഒരു സൂപ്പർ പവർഫുൾ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഡീപ്പർ അല്ലെങ്കിൽ ഈ സട്ടിലർ എനർജിയെ അറിയണമെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയായിട്ടുള്ള നമ്മുടെ ആ ഒരു കണക്ഷൻ, പ്രപഞ്ച ശക്തിയായിട്ടിരിക്കുന്ന ആ മഹാ സോഴ്സിനോടുള്ള കണക്ഷൻ അറിഞ്ഞ് അതിനെ ഉള്ളിലേക്ക് ആവാഹിക്കണം. ഈ എനർജികളെ അറിയാനായിട്ടാണ് നമ്മുടെ ആധ്യാത്മിക സാധനങ്ങളെല്ലാം തന്നെ. ഈ ശക്തികൾ നമ്മുടെ ബോധതലത്തെ വികസിപ്പിക്കുകയും പ്രപഞ്ച ബോധവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഈ ശക്തികൾ എന്നത് നമുക്കുള്ള ഒരു യാത്രാ പഥമാണ്. നമ്മുടെ ആ ഒരു ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മാനസിക, വൈകാരിക, ആത്മീയ ശക്തിയിലേക്ക് ലയിച്ചു ചേരാൻ സഹായിക്കുന്നതാണ് ഈ എന്താ പറയാ ഈ ഈ വഴി നമുക്ക് ഉപയോഗം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ആധ്യാത്മിക ബോധതലത്തെ വളരെ പെട്ടെന്ന് വികസിപ്പിക്കാൻ ഇത് സഹായിക്കും. കാരണം ഈ ഒരു ക്വാണ്ടം ഫിസിക്സിൽ ഈ പറയുന്ന പൊസിഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ക്വാണ്ടം പാർട്ടിക്കിൾസ്, അപ്പൊ അത് എന്താണ്, നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ആ ഒരു ബോധതലത്തെ ഉണർത്തുകയും ചെയ്യും. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ബോധമണ്ഡലത്തില് പെട്ടെന്ന് അത് വികസിച്ച് യൂണിവേഴ്സൽ തലവുമായിട്ട്, അപ്പൊ നമ്മൾ പിണ്ടാണ്ടം എന്ന് പറയുന്ന ആ തലത്തിൽ നിന്ന് നമുക്ക് ബ്രഹ്മാണ്ടമാണ്, അതേ സാധനമാണ് നമ്മുടെ ഉള്ളിലിരിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെ? അപ്പൊ ആ ഒരു മൈക്രോ കോസം എന്ന് പറയുന്നതും മാക്രോ കോസം എന്ന് പറയുന്ന പ്രപഞ്ചവും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ സയൻസും സ്പിരിച്വാലിറ്റിയും കൂടി കലർന്ന ഒരു റിതം അഥവാ താളം നമുക്ക് അനുഭവപ്പെടും. അതാണ് നമ്മൾ ആ ഒരു അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള മേഖലകളിലേക്ക് നമ്മളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ഇത് പൂർണ്ണമായിരിക്കുന്ന ഒരു വിശ്വാസം അഥവാ ഫെയ്ത്ത് അതിൽ അധിഷ്ഠിതമാണ്. കാരണം ഇതിന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിൽ പൂർണ്ണമായിരിക്കുന്ന അനുഭവം കിട്ടുള്ളൂ. കാരണം ഇത് വളരെ അതീന്ദ്രിയമായിരിക്കുന്ന, അതായത് അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു മിസ്റ്റീരിയസ് സ്ഥലമാണ്. അപ്പൊ ഇത് മനുഷ്യ ബുദ്ധിക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് നമ്മുടെ എന്താ പറയാ ആ ഒരു തിഥി നിത്യ ദേവതകളെ കുറിച്ച് അറിയേണ്ടത്. കാരണം മനസ്സിന്റെ തലങ്ങളുമായിട്ട് എങ്ങനെയാണ് ഈ തിഥി നിത്യ ദേവതകൾ ബന്ധപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് നോക്കാം. കാലം, ഇല്ലേ, നമ്മൾ കാലം എന്ന് കേട്ടിട്ടുണ്ട്. അത് പ്രപഞ്ചത്തില് സൂര്യചന്ദ്രന്മാരിലൂടെയാണ് കടന്നു പോകുന്നത്, നമുക്കെല്ലാം അറിയാം. ഈ പ്രപഞ്ചത്തില് നമുക്ക് ദൃഷ്ടിഗോചരമായിരിക്കുന്നത് സൂര്യനും പകല്, രാത്രി ചന്ദ്രനും. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടത് ചന്ദ്രന്റെ 16 കലകളാണ്. അപ്പൊ 15 കലകള് നമുക്ക് ദൃഷ്ടിഗോചരമാണ്, 16ാമത്തെ കല ദൃശ്യമല്ല. ഈ കലകളെ മനസ്സിന്റെ 16 തലങ്ങളെ ആയിട്ട് പറയാറുണ്ട്. ഈ ചന്ദ്രന്റെ 16 കലകളെന്ന് പറയുന്നത് 15 കലകളും നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ കലകള് 16 നിത്യാദേവതകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ശക്തി ഉപാസന, ശ്രീവിദ്യാ മന്ത്രം എന്ന് പറഞ്ഞ പഞ്ചദശാക്ഷരി അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രം ഈ തിഥി നിത്യ ദേവതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പൊ ഈ കലകള് 16 നിത്യ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പം ഇവരെ ആണ് നമ്മൾ ഷോഡശ നിത്യകൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ ഷോഡശ നിത്യകള്? കാമേശ്വരി ദേവി, ഭഗമാലിനി ദേവി, നിത്യക്ലിന്ന ദേവി, ഹേരുണ്ടാദേവി, വന്യവാസിനി ദേവി, വജ്രേശ്വരി ദേവി, ശിവദൂതി ദേവി, ത്വരിതാദേവി, കുലസുന്ദരി ദേവി, നിത്യാദേവി, നീലപതാകാദേവി, വിജയാദേവി, സർവമംഗളാദേവി, ജ്വാലാമാലിനി ദേവി, ചിത്രനിത്യ, മഹാത്രിപുരസുന്ദരി. അപ്പൊ ഇതാണ് 16 ഷോഡശ നിത്യകള്. അപ്പൊ കാലചക്രം അഥവാ വീൽ ഓഫ് ടൈം എന്ന് നമ്മൾ പറയുന്നത് ഈ 16 ദേവികളെയാണ്. ഈ ദേവതകളെ നമ്മൾ കാലചക്ര ദേവതകളെന്നും പറയാറുണ്ട്. ഇപ്പൊ സൂര്യൻ എന്നത് ജീവൻ അഥവാ നമ്മുടെ സോൾ അഥവാ പ്രാണൻ. ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്, അല്ലെ? അപ്പൊ സൂര്യനും ചന്ദ്രനുമാണ് പ്രധാനമായിട്ടും കാലത്തിനെ നിർണയിക്കുന്നത്. ഈ 16 ദേവതകളാണ് 16 ദിവസങ്ങളെ നിയന്ത്രിക്കുന്ന ദേവതകള്. ഇത് 2 പ്രാവശ്യം തിരിയുമ്പോൾ, അതായത് 15 + 15, നമ്മൾ 16ാമത്തെ കലയെ കൂട്ടുന്നില്ല, അത് പൂർണ്ണ കലയാണ്. അപ്പൊ 15 + 15 എന്ന് പറയുമ്പോൾ ഒരു ചാന്ദ്ര മാസത്തിലെ 30 ദിവസങ്ങളാണ്, അല്ലെ? അപ്പൊ 30 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ മാസങ്ങള്, ദിവസങ്ങള്, മാസങ്ങള്, വർഷങ്ങള്, ഇങ്ങനെ നമ്മുടെ ആ ഒരു തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി നമ്മുടെ ആയുസ്സിനെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോധതലം എന്ന് പറയുന്ന, അതായത് കോൺഷ്യസ്നെസ്, അതിന് ആ മനസ്സിന്, അത് നമ്മൾ ബോധതലം എന്ന് പറയുന്ന ബുദ്ധിയെ മാത്രമല്ല മനസ്സിന്റെ തലയും നമുക്ക് പറയാം. കാരണം അതിന് 16 ഡയമെൻഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ഈ 16 തലങ്ങൾക്കും 16 നിത്യദേവികളുമായിട്ട് ഡയറക്റ്റ് ആയിരിക്കുന്ന കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചന്ദ്രനെ മനസ്സിന്റെ അധിപൻ എന്ന് പറയാൻ കാരണം. നമ്മൾ പറയില്ലേ, ഒരു നമ്മുടെ ഒരു എന്താ പറയാ, ജ്യോതിഷത്തിൽ പറയാറുണ്ട്, മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രമ മനസ്സോ ജാതഃ, മനസ്സിന്റെ കാരകൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പൊ ഈ 16 ദേവികളിലൂടെ നമ്മൾ അറിയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിന്റെ, അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ കാണാത്ത പ്രഹേളികയുടെ 16 തലങ്ങളാണ്. ഈ 16 നിത്യ ദേവതകളെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ, അവർ എല്ലാം തന്നെ നമ്മുടെ നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളില്, നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമ്മങ്ങളെ തീരുമാനിക്കുന്ന മനസ്സിന്റെ ശക്തി ദേവതകളാണ്. അപ്പൊ നമുക്ക് ഈ ദേവികളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളെ അറിയാൻ പറ്റൂ, അല്ലെ? നമ്മളെ മനസ്സിനെ അറിഞ്ഞെങ്കിൽ നമ്മളെ അറിഞ്ഞു എന്നർത്ഥം. അപ്പൊ ആദ്യത്തെ നിത്യദേവത ആരാണ്? കാമേശ്വരി നിത്യ. അപ്പൊ പേര് പോലെ തന്നെ കാമേശ്വരി എന്നത് എന്താണ്? കാമം, അല്ലെങ്കിൽ ആഗ്രഹം, ഡിസയർ, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ പറയാം. അപ്പോ ദ ഗോഡസ് ഓഫ് ഡിസയർ, ഇതാണ് കാമേശ്വരി. ഈ കാമേശ്വരി ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫോഴ്സ് ആണ്. അതായത് നമ്മുടെ ജന്മത്തിന് കാരണം എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്, ഇല്ലേ? അപ്പൊ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് ആത്മാവ് ശരീരം എന്ന് പറയുന്ന രൂപം എടുക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്നത് തന്നെ പല ആഗ്രഹങ്ങളുടെ ആകത്തുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ? നല്ലവണ്ണം പഠിക്കണം, എനിക്ക് എന്താ പറയുക, ജോലി നേടണം, അല്ലെ? ഇന്ന പൊസിഷനിൽ ഇരിക്കണം, ഡോക്ടർ ആകണം, ഇങ്ങനെ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അത് പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹം. അപ്പൊ എന്തൊക്കെയോ ആയിട്ട് തീരാനുള്ള ആഗ്രഹം, അല്ലെ? എന്താണോ നമ്മുടെ ഉള്ളില് ഒരു ജ്വാല പോലെ നമ്മളെ സദാ ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ആ ശക്തിയാണ് നമ്മൾ കാമേശ്വരി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞ എ ഫയർ ഇൻ അസ് ഈസ് കാമേശ്വരി. ഒരു ജ്വാല, ഒരു തീ, അല്ലെ? നമ്മൾ ജ്ഞാനാഗ്നി, കാമാഗ്നി എന്നൊക്കെ പറയില്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ പല അഗ്നികളുണ്ട്. അതിൽ കാമാഗ്നി എന്ന് പറയുന്നത് ആഗ്രഹം, അതാണ്. അതുകൊണ്ട് ഈ ദേവിയെ നമ്മൾ കാമാകർഷിണി എന്ന് പറയുന്നു. കാമത്തിന്റെ ആകർഷണ ശക്തി, അട്രാക്റ്റീവ് പവർ ഓഫ് ഡിസയർ. കാമം എന്നാൽ എന്ത്? അത് ഒരിക്കലും ലസ്റ്റോ അഥവാ സെക്സോ അല്ല. ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞത് എന്താണ്? ഈ നിലനിൽക്കുന്നത് എല്ലാം കാമത്തിന്റെ ശക്തി കൊണ്ടാണ്. കാമദേവൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 5 പൂവമ്പകൾ, അല്ലെ, ഉണ്ടായിട്ട് ആ കാമദേവനാണ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ ദേവിയെ സഹായിക്കുന്നത്. അപ്പൊ എല്ലാ പ്രവൃത്തികളും എല്ലാവരും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാമ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഈ ലോകത്ത് വരാനോ ജീവിക്കാനോ പറ്റില്ല. അപ്പൊ ആ ദേവതയാണ് നമ്മള് കാമേശ്വരി. അപ്പൊ നമ്മുടെ ഉള്ളിലെ കാമത്തെ ജ്വലിപ്പിക്കുന്നവൾ. ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടപ്പാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു മരത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പഴം കണ്ടു എന്ന് വെക്കുക. അത് വേണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വന്നു, അല്ലെ? കണ്ടപ്പോ എന്ത് വന്നു? ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണ്. അപ്പൊ നമ്മളത് കണ്ടു, ഉടനെ എനിക്കത് വേണം. നേരത്തെ കഴിച്ച മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം.
നമുക്കത് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി, അത് പറിച്ചാൽ എന്തെന്ന് തോന്നുന്നു, അതിനെ എങ്ങനെ സ്വന്തമാക്കാം ഇല്ലേ? അപ്പൊ എവിടുന്ന ഇത് തുടങ്ങിയത്? ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? അത് കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി. അത് എത്രയും ഉത്കടമാണോ അതനുസരിച്ച് നമ്മൾ അതിനെ സ്വന്തമാക്കും ഇല്ലേ? അത് താഴെ വീഴാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കില്ല. അപ്പൊ എന്താ, നമ്മുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കും. എങ്ങനെ അത് നേടാനുള്ള വഴി? ഒരു കമ്പെടുത്ത് അത് പറിച്ചെടുക്കണോ ഇല്ലേ? അത് എങ്ങനെ എനിക്ക് സ്വന്തമാകും? അതിലേക്കുള്ള വഴി തുറന്നു തരുന്ന എന്താ? അവിടെ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണു ഇല്ലേ? ഒരു കല്ല് എറിഞ്ഞത് വീഴ്ത്തണോ? കയറി പറിക്കാൻ സാധിക്കുമോ? അത് വിളഞ്ഞ് പാകമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറിച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെ ചിന്തകളാണ് നമ്മളെ ഉള്ളിൽ വരിക അപ്പോഴും? ഏത് വഴികളിലൂടെ അത് കിട്ടിയിട്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതിന്റെ പേരാണ് ബുദ്ധി. അപ്പൊ ഇത് ബുദ്ധ്യാകർഷിണി. അപ്പൊ കാമാകർഷിണി കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ എവിടെ വന്നു? ബുദ്ധ്യാകർഷിണി അല്ലെ? ഇത് തീരുമാനം എടുക്കുന്ന ആരാ? ബുദ്ധിയാ. ഈ ദേവിയാണ് നമ്മള് രണ്ടാമത്തെ നിത്യയായിരിക്കുന്ന ഭഗമാലിനി നിത്യ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ദേവതയാണിത്. ആദ്യം ആഗ്രഹം, പിന്നെ അത് നേടിയെടുക്കാനുള്ള ബുദ്ധി അല്ലെ? പൂർണ്ണമായിരിക്കുന്ന ആനന്ദം ലഭിക്കാനുള്ള ആദ്യത്തെ രണ്ട് വഴികളാണ് ഇവര് രണ്ടുപേരും. നമുക്കറിയാം, നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ചേർന്ന് ആ ഒരു എന്താണ് തീരുമാനിക്കുന്നത്? നമുക്ക് നല്ലത് കാണണം, നല്ലത് കേൾക്കണം, അത് നേടിയെടുക്കണം അല്ലെ? നല്ല ഭക്ഷണം കഴിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വേണ്ടത് എന്താണ്? ഏറ്റവും നല്ലതാണ്. ജീവിതത്തിൽ അത് നേടിയെടുക്കാൻ, അതായത് നമ്മൾ ആയുസ് മൊത്തം കഷ്ടപ്പെടുകയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും നല്ലത് വേണം. ആ ചിന്തയാണ് നമ്മുടെ പുറകിലുള്ള നമ്മുടെ ഹാർഡ് വർക്കിന് കാരണം. ഈ രണ്ട് ദേവതകളും എന്താണ്? ആഗ്രഹ ബുദ്ധികളില്, അതായത് നമ്മൾ ആദ്യം ആഗ്രഹം ഉണ്ടാക്കണു, അതിൽ നിന്ന് അത് എങ്ങനെ നമുക്ക് കിട്ടണു എന്ന് നമ്മൾ ആലോചിച്ച് വഴി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ആനന്ദം നേടിത്തരാൻ ശ്രമിക്കുന്ന രണ്ട് ദേവതകളാണ് ഇപ്പൊ ആദ്യത്തെ രണ്ട് ദേവതകൾ അല്ലേ? ആ ഒരു കാമേശ്വരി എന്ന് പറയുന്ന കാമത്തിന്റെ ആ ഒരു ബുദ്ധി ആകർഷിണി, ബുദ്ധി ആകർഷിക്കപ്പെടുന്നു. എന്തിലോട്ടാണോ വരുന്നത് അതൊരു തീരുമാനം എടുക്കണം. ഇനി അടുത്തത് എന്താണ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അടുത്തതിനെയാണ് നമ്മൾ ശബ്ദാകർഷിണി എന്ന് പറയുന്നത്. നമ്മുടെ ജ്ഞാനേന്ദ്രിയമായിരിക്കുന്ന ചെവിയുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ആകാശം അഥവാ ആ ഒരു ഈതർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആകാശ തത്വമാണ്. അത് ശബ്ദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന പഞ്ചഭൂത തത്വമാണത്. ഈ ആകാശ തത്വ ദേവതയാണ് നിത്യക്ലിന്ന. അപ്പൊ ആകാശം അഥവാ സ്പേസ് ഇല്ലെങ്കിൽ ശബ്ദം എന്നതില്ല അല്ലെ? അപ്പൊ അടുത്തത് എന്താണ്? ടച്ച്, അതായത് സ്പർശം. അപ്പൊ ഇത് ത്വക്ക് എന്ന് പറയുന്ന മഹാഭൂതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. വായുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്പർശം എന്ന് പറയുന്നത്. ഈ ദേവതയെ നമ്മള് സ്പർശാകർഷിണി. ഈ ദേവിയുടെ പേരാണ് നിത്യകളിൽ എന്താണ്? പേരുണ്ട നിത്യ. അപ്പൊ അടുത്തത് എന്താണ്? രൂപമാണ്. അതായത് നമ്മൾ നെയിം ആൻഡ് ഫോം എന്ന് പറഞ്ഞ പോലെ അടുത്തത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം. അപ്പൊ അടുത്തത് രൂപമാണ്. അപ്പൊ അതിന്റെ ഫോമാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൃശ്യമായിരിക്കുന്നതിനെയാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്നത്. ഇതിനെന്ത് വേണം? കണ്ണുകൾ വേണം. കാഴ്ചശക്തി നൽകുന്ന ആ ഒരു പഞ്ചഭൂതത്തിൽ ഒരെണ്ണമാണ് അഗ്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ രൂപാകർഷിണി എന്ന് പറയുന്നു അല്ലെ? വൺ ഹു അട്രാക്ട്സ് രൂപം. ഈ നിത്യയാണ് വന്യവാസിനി. ഇത് പ്രകാശം അല്ലെങ്കിൽ അഗ്നി, കണ്ണ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അടുത്തത് രസമാണ് അഥവാ രുചി അല്ലെങ്കിൽ ടേസ്റ്റ്. ഇത് എന്തായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? പഞ്ചഭൂതം. ഇത് ജലതത്വവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. കാരണം നാവിന്റെ രുചി മാത്രമല്ല, നമുക്ക് എല്ലാ അഭിരുചികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നിത്യ ദേവത ആരാണ്? വജ്രേശ്വരി എന്ന് പറയുന്ന നിത്യദേവിയാണ്. അടുത്തത് ഗന്ധമാണ്. ഗന്ധം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു പഞ്ചഭൂത തത്വം എന്ന് പറയുന്നത് ഭൂമിയാണ് അല്ലെ? അപ്പൊ ഇത് ഗന്ധാകർഷിണി. ഈ നിത്യയാണ് ശിവദൂതി നിത്യ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ സൂക്ഷ്മ ശരീരം എന്നത് എന്താണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇല്ലേ? 4 വസ്തുക്കൾ ചേർന്നതിനെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അപ്പോ ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ ബുദ്ധി എന്നത് എന്താണ്? അത് നേടാൻ നമ്മളെ സഹായിക്കണു. ഇതിലൂടെ നമുക്ക് ആനന്ദമാണ് നമ്മുടെ ലക്ഷ്യം. അത് നേടാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ഞാൻ എന്ന് പറയുന്ന അഹംബോധം. എനിക്ക് വേണം, എനിക്കിത് നേടിയെടുക്കണം അല്ലെ? ഞാനാണ് ഇതിന്റെ ഓണർഷിപ്പ്, എനിക്കിത് വേണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ അഹം അഥവാ അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു അഹങ്കാരത്തെ ആകർഷിക്കുന്നത് ആരാണ്? ആ ദേവിയാണ് നമ്മൾ അഹങ്കാരാകർഷിണി. ഇതാണ് ത്വരിത നിത്യ. 8ാമത്തെ നിത്യയാണിത്. അപ്പൊ ആഗ്രഹങ്ങള്
ബുദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന വിക്ഷേപങ്ങള് എല്ലാം രേഖപ്പെടുന്ന തലത്തിനെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു അൾട്ടിമേറ്റ് നോളജ്. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പേടകമാണ്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നേടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് ബുദ്ധിയും അഹങ്കാരവും ഉയർന്നതാണെങ്കിൽ കിട്ടുന്നതാണ് ഏറ്റവും ഉയർന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. അപ്പൊ ഈ ചിത്താകർഷിണിയാണ് നമ്മൾ ഉയർന്ന അറിവുണ്ടാക്കുന്നത്, അല്ലെ? ഈ നിത്യയാണ് നമ്മൾ എന്താ പറയണത്? കുലസുന്ദരി. കുലസുന്ദരി നിത്യ. ഇതിങ്ങനെ വരി വരിയായിട്ട് നമ്മൾ ചിന്തിച്ചാല് ആഗ്രഹം, അത് നടപ്പാക്കുന്ന വഴി, ഇന്ദ്രിയ സുഖ ആസ്വാദനങ്ങള്, അഹം എന്ന് പറയുന്ന ബോധം, അതിന്റെ നിയന്ത്രണം, ഇത് ഒരുപോലെ ചേർന്നിരിക്കുന്ന 9 ശക്തികളെയാണ് നമ്മൾ 9 നിത്യകളായിട്ട് ഇതുവരെ കണ്ടു കഴിഞ്ഞത്. അപ്പൊ ഈ 9 പേരുടെയും ശക്തി ലഭിച്ചു കഴിഞ്ഞ ഒരു ജീവന്, അതായത് ഒരു വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത്? അതിലൂടെ നമുക്ക് കിട്ടുന്നതിനെയാണ് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നോളജ് ഈസ് പവർ എന്ന് പറയാറുണ്ട്, അല്ലെ? നമ്മുടെ അറിവാണ് നമ്മുടെ ശക്തി. അപ്പൊ ഈ അൾട്ടിമേറ്റ് നോളജ് നമുക്ക് തരുന്നത് എന്താണ്? നമുക്ക് ധൈര്യം, അല്ലെ? ആത്മവിശ്വാസം ഇതാണ് തരുന്നത്. അപ്പൊ അടുത്ത ദേവി ആരാണ്? ധൈര്യാകർഷിണി. ഈ നിത്യയുടെ പേരാണ് ശരിക്കും എന്താ പറയാ, ഈ പേര് പോലെ തന്നെ എന്താ പറയാ, എന്താ പറയാ, ഈ ഈ നിത്യക്ക് ആ ഒരു എല്ലാ ശക്തികളെ കുറിച്ച് ചിന്തിച്ചാൽ ഇതൊന്നും പുറത്തല്ല. ഇതിനെയാണ് നമ്മൾ പേരുണ്ട നിത്യ എന്ന് പറയുന്നത്. കാരണം ഈ ധൈര്യാകർഷിണി എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ആ ഒരു നിത്യയുടെ പേര് തന്നെയാണ്. അപ്പൊ ഈ ശക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ശക്തികൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഇതൊന്നും പുറത്തല്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തികളാണ്. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ട്, ഇപ്പൊ ഉണ്ടായി, പണ്ട് ഉണ്ടായിരുന്നു, ഇനി എല്ലാ ജന്മങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോ നമ്മളോടൊപ്പം ഉള്ള ഈ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം, ഇല്ലേ? അതിനാണ് നമ്മൾ പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കുന്നത്. ഈ അറിവുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഒരു രഹസ്യ പേടകത്തെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇവ എങ്ങനെയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ചോദിച്ചാല് അതിനെയാണ് നമ്മൾ സ്മൃതികൾ അഥവാ മെമ്മറീസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ പറയും ഓർമ്മയുടെ പേടകം. നമ്മൾ ജനിച്ചപ്പം ഇതുവരെ ഉള്ളത് നമുക്ക് ഓർമ്മയില്ല, എല്ലാം ഓർത്തു വെക്കില്ല. നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മെമ്മറീസിൽ വരുന്ന. പ്രായമാവും തോറും ആ കപ്പാസിറ്റി കുറയും, പലതും നമ്മൾ പറന്നു പോവും. പക്ഷെ എല്ലാ കാര്യങ്ങളും ജനിച്ചപ്പം മുതൽ ഓരോ ദിവസം നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ആ ഒരു എന്താ പറയുക ഇൻപ്രിൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പേടകം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് മെമ്മറീസ് ഓഫ് ദിസ് ലൈഫ് ടൈം ആൻഡ് ഓൾ അവർ പാസ്റ്റ് ലൈഫ്സ്, നമ്മുടെ കഴിഞ്ഞ എല്ലാ ജന്മത്തിന്റെയും മെമ്മറീസ്, അതായത് ആ ഒരു ഓർമ്മകള് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മളെ ചിത്തം. ഇതിനെ നമ്മൾ എന്താ പറയുക സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മിക തലത്തില് ഇതിനെയാണ് നമ്മൾ വാസനകളെന്ന് അറിയപ്പെടുന്നത്. ഇതിനാണ് സ്മൃത്യാകർഷിണി ദേവി അല്ലെങ്കിൽ നീല പതാക. നീല പതാക നിത്യ എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. അപ്പൊ ഇത് സ്മൃത്യാകർഷിണി എന്ന് പറഞ്ഞത് സ്മൃതികളെ ആകർഷിക്കുന്നവൾ. ഇനി സ്മൃതികളെ എല്ലാം തന്നെ ഒരു നീല നിറത്തില് ചിത്തത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്താ പറയാ, ആ നിറങ്ങള് ഓരോ ചക്രത്തിനും കളേഴ്സ് ഉണ്ട്, ഓരോന്നിനും പ്രത്യേക നിറങ്ങളുണ്ട്. ഇതിൽ നമ്മള് എന്താ ചിത്തത്തിന്റെ നിറം നീല നിറത്തിലാണ് ഇത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കണമെന്ന് പറയുന്നു തന്ത്രശാസ്ത്രം. ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു പേര് അല്ലെങ്കിൽ ഒരു നാമം ലഭിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. അതായത് തന്റെ വിജയം എന്നത് താൻ നേടി എന്ന് ആ ഒരു ജീവൻ ചിന്തിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ നാമാകർഷിണി. ഈ നിത്യയാണ് വിജയ നിത്യ. ഇപ്പൊ ഗോഡസ് ഓഫ് സക്സസ് എന്നാണ് ഇതിന്റെ പേര്. കാരണം ലോകത്തിന്റെ മുന്നിൽ താൻ വിജയിച്ചു എന്ന് കാണിച്ചത് കൊണ്ട് ഉള്ളിലെ ഒരു നിറവ് അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടാകും. കാരണം പുറമെ എല്ലാവരും എന്നെ അംഗീകരിച്ചു, പക്ഷെ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ ഉള്ളില് ആ നിറവ് അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകണം എന്നില്ല. പുറമേ കാണുന്നതൊന്നും നമുക്ക് അകത്തുണ്ടാകണമെന്നില്ല. പുറമേ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി പെർസോണയാണ്, അല്ലെ? നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് പുറത്ത് കാണുന്നത്. പക്ഷെ അകത്തുണ്ടാകുന്ന നിറവ്, ആ സന്തോഷം, ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന സന്തോഷം, അല്ലെ? ആ പൂർണ്ണതയിലാണ് നമുക്ക് കിട്ടുക. ഈ പൂർണ്ണ മനസന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്നെ നോക്കുമ്പോ അല്ലെങ്കിൽ അറിയുമ്പോ നമ്മുടെ ആ ഒരു മനസാക്ഷിയോട് സമ്മതിക്കുമ്പോ നമുക്ക് ആ സന്തോഷം ഉണ്ടാവണം. കാരണം എൻ്റെ അമ്മ, എൻ്റെ ദേവി എൻ്റെ ഉള്ളിലാണ്, ഞാൻ പൂർണ്ണനാണ്. ഈ കാണപ്പെടുന്നതൊന്നും എല്ലാം എന്താ പറയാ
മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നും പെർമനന്റ് അല്ല. പെർമനന്റ് ആയിരിക്കുന്ന ആ ഒരു മഹാശക്തിയുടെ കണികയാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടാകും, അല്ലേ? ആ ഒരു മനസാക്ഷിയായിട്ടിരിക്കുന്ന അമ്മയോട് നമുക്ക് നമ്മുടെ എല്ലാ മനസാക്ഷി എന്ന് പറയുന്നത് എന്താ? മനസ്സിനും സാക്ഷിയായിട്ടിരിക്കുന്നവൾ. ആ ദേവിയോട് നമുക്ക് സംവദിക്കാൻ സാധിക്കും. അപ്പൊ കിട്ടുന്ന സന്തോഷം, അതിനെയാണ് നമ്മൾ ആത്മാനന്ദം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ജീവന്റെ രഹസ്യം. എന്താണ് സ്പിരിച്വാലിറ്റി കൊണ്ട് നമ്മൾ നേടുന്നത്? എന്താണ് ആധ്യാത്മികത നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ഈ വിജയം. ഇതിന് ധനം, സൗന്ദര്യം, പദവി ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആ ഉള്ളിൽ വരുന്ന ഒരു പൂർണ്ണത, ഒരു ആത്മസംതൃപ്തി, അതാണിത്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയും. ഒരിക്കലൊരു ജീവൻ ഈ തലങ്ങളിലൂടെ എല്ലാം കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ശൂന്യതയായിരിക്കും അനുഭവിക്കുക. കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, അല്ലെ? അതിനെയാണ് നമ്മൾ മഹാശൂന്യത എന്ന് പറയുന്നത്. ആ പൂർണ്ണതയിലേക്കുള്ള ഒരു കാൽവയ്പ്. ഒരു തുടക്കം നമ്മൾ എവിടുന്ന തുടങ്ങിയത്? ഒരു ബിന്ദുവില്. ആ ബിന്ദുവിൽ തുടങ്ങി യാത്ര കഴിഞ്ഞ് നമ്മൾ എവിടെയാ തിരിച്ചെത്തിച്ചേർന്നത്? ആ ബിന്ദുവിലേക്ക് തന്നെയുള്ള ഒരു മടക്കമാണ് ഒരു ജീവന്റെ യാത്ര എന്ന് പറയുന്നത്. ഒരു ബീജത്തിൽ തുടങ്ങി തിരിച്ച് ആ ബീജത്തിലേക്കുള്ള മടങ്ങ്. നമ്മൾ എവിടെയാ ജീവിച്ചിരുന്നത് ഇതിനു മുമ്പേ? ഈ ശരീരം കിട്ടുന്നതിന് മുമ്പേ ഒരു ബീജത്തിലായിരുന്നു നമ്മൾ ഇരുന്നത്, നമ്മുടെ ജീവൻ, അല്ലെ? അപ്പൊ അവിടുന്ന് തുടങ്ങി ഒരു ശരീരം സ്വീകരിച്ചു. ആ ശരീരത്തിൽ നിന്ന് ഇരുന്ന് ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വീണ്ടും എന്താണ്? ആ ബീജത്തിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ, അതിനെയാണ് നമ്മൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. കാരണം കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? കുണ്ടലിനി അല്ലെങ്കിൽ നമുക്ക് സ്പേം എന്നൊക്കെ പറഞ്ഞാല് ഒരു ബീജത്തിന്റെയും അണ്ടത്തിന്റെയും സമാഗമം, അല്ലെ? ആ ഒരു ഇമ്മോർട്ടാലിറ്റി സ്റ്റേജിലേക്കുള്ള യാത്ര, അതാണ് ബീജാകർഷിണി എന്ന് പറയുന്നത്. ആ നിത്യയുടെ പേരാണ് സർവമംഗള നിത്യ. അപ്പൊ പൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതം, അത് പൂർണ്ണതയിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ്. എങ്ങനെയാ പൂർണ്ണമായിട്ടുള്ള ജീവിതം? ഈ പൂർണ്ണതയെ നമ്മുടെ ഉള്ളില്, ഈ ഒരു സയന്റിഫിക്കലി അല്ല, ആ സയൻസും ആ സ്പിരിച്വാലിറ്റിയും കൂടെ ചേർന്ന് ഈ സത്യത്തെ നമ്മുടെ ഉള്ളില് തിരിച്ചറിയുമ്പോൾ ആ ഒരു പൂർണ്ണത്വം, പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ള സത്യം അവിടെയും പൂർണ്ണമാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയും പൂർണ്ണമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു പൂർണ്ണതയിലേക്കുള്ള തിരിച്ചുപോക്ക്, ഈ മനസ്സിന്റെ തലം, തന്റെ നിത്യമായ സ്വരൂപത്തെ തിരിച്ചറിയുക, ആ ഒരു സെൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഇപ്പൊ ബീജത്തിൽ തുടങ്ങി ബീജത്തിൽ അവശേഷിക്കുന്നതിനാണ് നമ്മൾ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ മനുഷ്യ ശരീരം എടുക്കുന്നില്ല. ആ ബീജം എന്ന് പറയുന്നത് ആത്മാവാണ്. കാരണം ഇവിടെ ശരീരബോധത്തിന് അപ്പുറത്തുള്ള ഒരു ബോധതലമാണിത്. അപ്പൊ ശരീരം ഇല്ലാതിരുന്നാലും ഈ അവയർനെസ് നിലനിൽക്കും, ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോണില്ല. ഇതിനെയാണ് നമ്മൾ ജ്വാലാമാലിന്യ നിത്യ എന്ന് പറയുന്നത്. ഇപ്പോ ആത്മാവെന്ന് പറയുന്നത് കേവലമായിരിക്കുന്ന ആത്മസ്വരൂപം മാത്രമാണ്, അല്ലെ? ഇപ്പൊ ശരീരം എന്ന് പറയുന്ന ഹാർഡ്വെയർ, ഇല്ലെങ്കിൽ ഈ സ്ഥൂലമായിരിക്കുന്ന ശരീരത്തെ പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു സൂക്ഷ്മ ശരീരമാകുന്ന സോഫ്റ്റ്വെയർ, ഇതിനെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്, അല്ലെ? ഫോണിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണിൽ സിം ഇടുന്നത്? സിം ഇട്ടില്ലെങ്കിൽ പ്രവർത്തിക്കില്ല. അതുപോലെ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആത്മാവ്. ആ ആത്മാവെന്ന് പറയുന്നത് അത് പോയി കഴിഞ്ഞാൽ എന്താ? ഈ ശരീരം വെറും ജഡമായിട്ട് തീർന്ന് അത് വെറും എന്താ പറയാ, ഈ ജീവാണുക്കൾ എന്ന് പറയാൻ പറ്റില്ല, അത് വെറും ആറ്റംസ് ആയിട്ട് തിരിച്ച് ഈ പ്രകൃതിയിൽ ലയിക്കും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ആണ് എല്ലാം, അല്ലെ? ഇതിലാണ് എല്ലാ അറിവുകളും നിറഞ്ഞിരിക്കുന്നത്. അത് മാത്രം കുറെ കാലം നിന്നിട്ട് കാലപ്രവാഹത്തിലൂടെ അത് വേറെ എവിടെയെങ്കിലും എങ്ങനെയോ ഒരു പുതിയ ശരീരം അതെടുത്ത് വീണ്ടും വരുന്ന ശാസ്ത്രം പറയണു. ഇപ്പൊ ജനനം എന്ന പ്രക്രിയയിലൂടെ അത് ഭൂമിയിലാകാം, വേറെ ഏതെങ്കിലും ലോകത്തിലാകാം. കാരണം എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്. ആർക്കും എനർജിയെ ഉണ്ടാക്കാനോ തിരിച്ചില്ലാതാക്കാനോ സാധ്യമല്ല. അപ്പൊ എന്താണ്? ഇതിനെയാണ് നമ്മൾ ആത്മാകർഷിണി എന്ന ചിത്രാദേവി. ഇപ്പൊ ചിത്രാദേവി നിത്യ, ചിത്ര എന്ന് പറയുന്ന മഹാനിത്യ, അല്ലെ? ഇപ്പൊ എന്താണ് നമുക്ക് അവശേഷിച്ചിരിക്കുന്നത്? ദി എസൻസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ അമൃതം, നെക്ടർ. ഇപ്പൊ പൂർണ്ണമായിരിക്കുന്ന മനസ്സ്, ആ പൂർണ്ണമായ മനസ്സ് നമ്മൾ തുടങ്ങിയത് ഒരു കാമം. എവിടെയാ തുടങ്ങിയത്? ഒരു ആഗ്രഹം, അല്ലെ? ആ ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്നത് എന്താ? ഞാൻ എന്നത്, അല്ലെ? ആ ആത്മാവ് തന്നെയാണെന്നുള്ള ബോധത്തില്, അല്ലെ? ഐ ആം മൈസെൽഫ്, അല്ലെങ്കിൽ ദ സുപ്രീം സെൽഫ്, അഹമേവാഹം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ തത്വത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പം അഹമേവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. അതിനെ നമുക്ക് ശരീരം എന്ന് പറയാൻ പറ്റില്ല. ശരീരമോ ബുദ്ധിയോ മനസ്സോ ഈ കാണപ്പെടുന്നത് ഒന്നുമല്ല. അത് ഏകമായിരിക്കുന്ന
ആ സത്യം, ആത്മാവെന്ന് പറഞ്ഞാല് ഒരു എനർജി ഫോം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതിന് നാമരൂപങ്ങളില്ല. അത് എന്താ പറയാ, ഒന്നിനെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ്. അതിനെ തന്നെയാണ് നമ്മൾ ശിവബോധം എന്ന് പറയുന്നത്. ഈ ബോധം, ഈ അറിവ്, ഇതാണ് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ. അല്ലെ? ഫുൾ മൂണിൽ എന്താ സംഭവിക്കുന്നത്? പൗർണമിയില് അമൃതവർഷം, ശിവശക്തി ഐക്യം. ഈ ശക്തി എന്ന് പറയുന്ന പ്രകൃതി നമ്മുടെ ശിവനുമായിട്ട് ചേർന്ന് അവിടെ അമൃതവർഷം. അമൃതം എന്ന് പറഞ്ഞാൽ എന്താ? മരണമില്ലാത്ത അവസ്ഥ. അമൃത് കുടിച്ചാൽ എന്താ? ദേവന്മാരെന്തിനാ അമൃത് കുടിച്ചിരിക്കുന്നത്? അവർക്ക് മരണമില്ലാതിരിക്കുക, എന്നും ഇമ്മോർട്ടൽ എന്ന് പറയുന്ന അവസ്ഥ. ഇതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ സുഖദുഃഖങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നുപോയാലും ഇതെല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സാണ്, ശരീരമാണ്. ആത്മാവെന്ന് പറയുന്നത് വെറും സാക്ഷി മാത്രമാണ്. അതിന് ജനനമില്ല, മരണമില്ല. അല്ലെ? ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷിയാണ്, അല്ലെ? ശിവം മംഗളകരമായിട്ടുള്ളതാണ്. പക്ഷെ അതിനെ നമ്മൾ അറിയാത്തത് കൊണ്ട്, അതിനെ പഞ്ചകോശങ്ങളും നമ്മുടെ ആ ഒരു പുര്യഷ്ടക ജീവനുകൾ എന്ന് പറയുന്ന കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം കൊണ്ട് അതിനെ മൂടപ്പെട്ടിരിക്കുകയാണ്. ഈ ആത്മാവ് ജ്വലിച്ചു നിൽക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ആത്മാവെന്ന് പറയുന്നത് പ്രകാശമാണ്, അല്ലെ? വിമർശത്തിലൂടെ അത് പ്രതിബിംബിക്കുന്നു എന്ന് മാത്രം. ഈ പ്രകാശം എന്ന് പറയുന്ന ഈ ആത്മതത്വത്തിന് ഒരു കാലവും നാശമില്ല. അതിന് നാശം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ജനന മരണങ്ങളിലൂടെ കടന്ന് ഇത് സത്യവസ്തുവാണെന്ന് നമ്മൾ ഉള്ളിൽ അറിയണം. അതാണ് അമൃതവർഷം, അതാണ് പൗർണമി. ഈ സത്യം, അതായത് കുണ്ടലിനി ശക്തിയാകുന്ന പ്രകൃതി ആ സത്യവസ്തുവായിരിക്കുന്ന സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന അമൃതവർഷം, മരണമില്ലാത്ത അവസ്ഥ. ഇതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഒരു മനുഷ്യ ജന്മത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ലക്ഷ്യവും ഇത് തന്നെയാണ്. എല്ലാ സാധനങ്ങളും വൈദികമാണെങ്കിലും താന്ത്രികമാണെങ്കിലും ഏത് സാധനം എടുത്താലും ഈ മരണമില്ലാത്ത അവസ്ഥ, ആത്മാവ് ഞാൻ തന്നെയാണ് എന്നുള്ള അറിവാണ് ദ അൾട്ടിമേറ്റ് നോളജ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അമൃതാകർഷിണി എന്ന് പറയുന്ന സാക്ഷാൽ ലളിത മഹാത്രിപുര സുന്ദരി, ദ അൾട്ടിമേറ്റ് സുപ്രീം ഗോഡസസ്, ജഗദംബിക, പരാഭട്ടാരിക, രാജരാജേശ്വരി. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ശ്രീവിദ്യാ മന്ത്രം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നത്? അങ്ങനെ ആ നിത്യദേവതകളെ അറിയുന്നതിലൂടെ മനസ്സിന്റെ വിവിധ തലങ്ങളെ അതിക്രമിച്ച് അമൃതമായ ആ നിത്യമായ നശിക്കാത്ത ആ ബോധതലത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ ഉപാസനകളും, പ്രത്യേകിച്ച് ശ്രീവിദ്യ എന്ന് പറയുന്ന ഉയർന്ന ഉപാസനയുടെ ലക്ഷ്യം. നമ്മുടെ മനസ്സിനെ ഈ രീതിയിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ആത്മബോധത്തിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രനാണ്, അല്ലെ? അപ്പൊ ചന്ദ്രന് 16 നിത്യദേവതകളുണ്ട്. ആ 16 ബോധതലങ്ങളും പുറത്തല്ല, നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഈ മനസ്സിൽ തന്നെയാണ്. ഈ 16 നിത്യദേവതകളെ മനോഹരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അവരെ നിത്യമായിട്ട് ഉപാസിക്കണം. ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ 15 നിത്യകളും കൊണ്ട് ആ മഹാത്രിപുര സുന്ദരിയായ പൗർണമിയായിരിക്കുന്ന ആ ഒരു ഏറ്റവും ഉയർന്ന, നമുക്ക് കാണാൻ സാധിക്കാത്ത, നമ്മുടെ ആത്മാവായിരിക്കുന്ന, നമ്മുടെ പ്രാണനായിരിക്കുന്ന ദേവി ത്രിപുര സുന്ദരി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ത്രിപുരങ്ങൾക്ക് സാക്ഷിയായിട്ട് നിന്നുകൊണ്ട്, ത്രിപുരാന്തകന്റെ ഭാര്യയായിട്ട് ഇരുന്നുകൊണ്ട്, അല്ലെ? ത്രിപുരങ്ങള് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അവസ്ഥകളിലെല്ലാം സാക്ഷിഭാവത്തില് തുരീയമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഈ മഹാനിത്യയായിരിക്കുന്ന ത്രിപുര സുന്ദരി ഇരിക്കുന്നത്. അപ്പൊ ഈ 16 നിത്യദേവതകളെ നമ്മൾ ജപിക്കുമ്പോൾ, ആ ഖഡ്ഗമാലയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ചന്ദ്രന്റെ 16 തിഥിനിത്യ ദേവതകൾ എന്ന് പറയുന്ന ആ 16 അക്ഷരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു മഹാഷോഡശി മന്ത്രം അല്ലെങ്കിൽ പഞ്ചദശി മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സുമായിട്ട് അവരെ കണക്ട് ചെയ്യണം. കാരണം മനോഹരമായിരിക്കുന്ന അവരുടെ ആ കാമാകർഷിണി മുതൽ നമ്മൾ തുടങ്ങണം. കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ഓരോ തലത്തെയും അതിക്രമിച്ച് നമ്മൾ ഒരിക്കൽ എവിടെ എത്തും? പൗർണമിയിലെത്തും. അമാവാസി പൗർണമി, ഒന്ന് ശിവബോധം പൂർണ്ണമായിട്ട് നിൽക്കുന്ന പൗർണമി, അല്ലെ? ആ കാളി എന്ന് പറയുന്ന സൃഷ്ടിയുടെ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ അമാവാസി. അപ്പൊ ഇത് രണ്ടും പൂർണ്ണമാണ്. അമാവാസി പൂർണ്ണമാണ്, പൗർണമി. ഒന്ന് കാളി സൃഷ്ടി ആരംഭിച്ചു, ഒന്ന് പൗർണമി എന്ന് പറഞ്ഞാൽ ആ തിരിച്ച് എല്ലാ കലകളും ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശിവതത്വത്തില് ലയിച്ചു. അപ്പൊ ഈ 16 നിത്യദേവതകളെ നമ്മൾ അറിഞ്ഞാല്, ഈ രീതിയിൽ ഈ തത്വത്തെ അറിഞ്ഞ് ഉപാസിച്ചാല് തീർച്ചയായിട്ടും അവര് നമ്മുടെ ഓരോ ബോധതലങ്ങളെ, നമ്മുടെ മനസ്സിനെ അതിക്രമിക്കാൻ അവര് സഹായിക്കും. ഇതിലൂടെ വേണം നമുക്ക് മനസ്സിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാൻ. അപ്പൊ ത്രിപുര സുന്ദരി ഇരിക്കുന്നത് എവിടെയാണ്? വെളിയിലൊന്നുമല്ല, എവിടെയോ ഇരിക്കുന്ന മണിദ്വീപത്തോ ശ്രീപുരത്തോ അല്ല. ത്രിപുര സുന്ദരി ഇരിക്കുന്നത് അകത്ത്, ആ നമ്മുടെ ശരീരമാകുന്ന ശ്രീപുരത്തില്, ശരീരത്തിനുള്ളിലിരിക്കുന്ന ചിന്താമണി ഗൃഹത്തില്, ആ ശിവാകാര മഞ്ചത്തിലിരിക്കുന്ന
ആ ശിവശക്തി ഐക്യരൂപിണിയായിരിക്കുന്ന ലളിതാംബികയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം സമർപ്പിക്കുന്ന ഒരു ഉപാസകന് ദേവി തീർച്ചയായിട്ടും ഇതെല്ലാം അതിക്രമിക്കാനുള്ള അനുഗ്രഹം തരും. എങ്കിൽ മാത്രം ദേവിയുടെ അനുഗ്രഹം, ഗുരുരൂപിണിയായിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും നമുക്കിത് മനസ്സിലാക്കാനോ ഈ തലങ്ങളെ അതിക്രമിച്ച് ആ ശിവശക്തി ഐക്യ രൂപത്തിൽ എത്തിച്ചേരാനോ സാധ്യമല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് ശരണാഗതി ചെയ്തുകൊണ്ട് നമുക്കും അമ്മ ഈ ബോധതലത്തെ മനസ്സിലാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിഥി നിത്യ ദേവതകൾ എന്ന് പറയുന്ന വളരെ മനോഹരമായിരിക്കുന്ന സങ്കല്പത്തെ ദേവിയുടെ പാദത്തിൽ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.